എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബേക്കിങ്ങോ ഓവനോ ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട പഫ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റും അതേ ഒരു ടെക്സ്ചറും ഒക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഈ ഒരു എഗ് പഫ്സ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ നമുക്ക് ആദ്യം തന്നെ അതിനായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വരുന്ന മൈദയാണ് കേട്ടോ. അപ്പോൾ 250 ml കപ്പിൽ 1/4 കപ്പോളം വരുന്ന മൈദ. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷേ മൈദ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ബേക്കറിയിൽ കിട്ടുന്ന അതേ ഒരു സെയിം ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഏതെടുക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇതേ 1/4 കപ്പ് അളവിൽ മൈദ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് എന്തായാലും ഈ ഒരു മാവിലോട്ട് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് പകരമായിട്ട് ഓയിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ നെയ്യും ബട്ടറും ചേർക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നെയ്യോ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു നെയ്യുടെ ഫ്ലേവർ നമ്മുടെ ആ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങോട്ട് എത്തിക്കോട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഈ ഒരു നെയ്യ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിയിൽ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് തിരുമ്മി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകണ്ട, ആ ഒരു ചപ്പാത്തി മാവിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. പിന്നെ വെള്ളം എന്ന് പറയുന്നത് സാധാരണ വെള്ളമാണ് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടുള്ള വെള്ളമൊന്നുമില്ല, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടി പിടിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന നെയ്യ് ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മാവിൽ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ഒരു 5 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പഫ്സിന് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള വാടിക്കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു സവാള ഒരു 1/4 ഭാഗം ഈ ഒരു രീതിയിൽ ഒന്ന് വാടിക്കിട്ടുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നന്നായിട്ടുണ്ടാവുക ഇതുപോലെ ചതച്ചെടുത്തിട്ട് ചേർക്കുന്ന സമയത്താണ്. നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ വരിക ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോട്ടെ കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് വാടി കിട്ടുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഏത് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം കറക്റ്റായിട്ട് അങ്ങോട്ട് മാറിക്കോട്ടെ കേട്ടോ. ഇവിടെ പച്ചമണം അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ. ഒരുപാട് പുളിയില്ലാത്ത ഒരു മീഡിയം സൈസുള്ള തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് പേസ്റ്റ് പരുവത്തിലാവണം കേട്ടോ. എങ്കിലേ ആ ഒരു പച്ച തക്കാളിയുടെ മണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്ത് പേസ്റ്റ് പോലെയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിതേ കറക്റ്റ് നല്ലൊരു മസാലയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ആ ഒരു ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറുള്ള മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാകുക ചിക്കൻ മസാലയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തത്. അത് എന്നിട്ട് നേരെ പകുതിയായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് സ്റ്റവും കൂടെ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി ആ ഒരു നെയ്യൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു മാവിൽ പിടിച്ചിട്ട് നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു മാവിന് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഇത് ഒരു കുഞ്ഞ് ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു പപ്സിന് കറക്റ്റ് ആ ഒരു ക്രിസ്പിനെസ്സും നല്ലൊരു ആ ഒരു പൊടി പൊടി പോലുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കോൺഫ്ലോർ തന്നെ എടുക്കാം കേട്ടോ. അതപ്പോൾ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്ക്ക് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ ഉപയോഗിക്കാം. ഓയിൽ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാം, പക്ഷേ ഓയിലിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടുക നെയ്യ് ചേർക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ. നെയ്യില്ലാത്തവർ ഓയിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഫോമിലാക്കി എടുക്കട്ടെ. നല്ലൊരു ലിക്വിഡ് ഫോമിൽ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കത്തി വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിലും നമ്മുടെ ഈ ഒരു ചപ്പാത്തിക്കൊല്ലൊക്കെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് എത്രത്തോളം നൈസായിട്ട് ഈ ഒരു മൈദ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നൈസായിട്ട് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇത് പരത്തിയിട്ടെടുക്കാം. ഇനി കുറച്ച് മൈദ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഈ ഒരു പൊടിയുടെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അവസാനം ഇതെല്ലാം കൂടി എടുക്കുന്ന സമയത്ത് ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പൊടി തൂക്കി കൊടുത്തതിന് ശേഷം മാവ് അതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നെയ്യുടെയും നമ്മുടെ കോൺഫ്ലോറിൻ്റെയും ആ ഒരു മിക്സ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു മാവിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു കറക്റ്റ് പപ്സിൻ്റെ ടെക്സ്ചറും ആ ഒരു ലെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൈദയും കൂടി ഇതുപോലെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ മാവും നേരത്തെ പരത്തിയെടുത്ത് ആ ഒരു രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് മൈദ തൂക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കാം. ഇനി പരത്തിയെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ലെയർ പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്കിലേ കറക്റ്റ് ആ ഒരു പപ്സിൻ്റെ ഷീറ്റ് ആ ഒരു ലെയറായിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു നെയ്യും കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്കിതുപോലെ അങ്ങോട്ട് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൈദ അങ്ങോട്ട് വെതറി കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ മാവും പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെയ്യ് തടവി കൊടുക്കുക. പിന്നെ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ മാവുണ്ടോ അതിനനുസരിച്ചിട്ട് നൈസായിട്ട് മാവ് പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ മാവും നമ്മൾ ഇതുപോലെ ലെയറായിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ മാവ് ഇതുപോലെ പതുക്കെ ഒന്ന് പൊക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് എത്രത്തോളം ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് തന്നെ റോൾ ചെയ്തിട്ടെടുക്കുക. പിന്നെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുക്കരുത് കേട്ടോ. ബലം കൊടുത്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് ബലം കൊടുക്കാതെ പതുക്കെ ഈ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു മാവിൻ്റെ 2 സൈഡിൽ നിന്നും ഇതുപോലെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. മൈദ ആയതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് വലിഞ്ഞോളും. വലിച്ചു കൊടുക്കാൻ ഒരുപാട് ബലം കൊടുത്തിട്ട് വലിച്ചു കൊടുക്കാൻ പാടില്ല. ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് പതുക്കെ ഈ ഒരു 2 സൈഡിൽ നിന്നും പതുക്കെ ഇതുപോലെ അങ്ങോട്ട് വലിച്ചിട്ട് കൊടുക്കുക. ഇനി കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കണ്ടോ കറക്റ്റ് ആ ഒരു ലെയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു രീതിയിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് ഒരുപാട് ബലം കൊടുക്കാതെ നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് എല്ലാ മാവും നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുന്നേ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഈ ഒരു രീതിയിലൊന്ന് പരത്തിയിട്ടെടുക്കുക കേട്ടോ. ഇനി കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഈ ഒരു മാവ് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്.
ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയൊരു പീസ് മുട്ട നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു മുട്ട കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ മസാല വെച്ച് കൊടുക്കുക. പിന്നെ മസാല വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകണ്ട. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ആ ഒരു മുട്ട ഒന്ന് കവർ ആവുന്ന രീതിയിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടിത് നമ്മുടെ സാധാരണ പപ്സൊക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഞാനൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫോൾഡ് ചെയ്തെടുത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഇത് ആ ഒരു ചൂട് കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിലൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇട്ടെന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് എണ്ണ കുടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു പപ്സ് രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് ഒട്ടും എണ്ണ എടുക്കാത്ത നമ്മുടെ ഒരു ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു ഷേപ്പും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ട് ആ ഒരു നെയ്യുടെയൊക്കെ. അപ്പോൾ ഉള്ളൊക്കെ ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആ ഒരു ലെയറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പപ്സാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.